ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കല്യാണി ആ ഗംഗയെ കുഴിച്ചിട്ട സ്ഥലം നോക്കി ആ തെങ്ങും തൈ നോക്കി അങ്ങനെ ജനലിന്റെ ഇടയിൽ കൂടെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് കിരൺ പുറകിൽ വന്ന് അവളുടെ തോളിൽ തൊടുന്നത്. അപ്പൊ അങ്ങനെ ആ സമയത്ത് കല്യാണി ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ എന്തിനാ കല്യാണി നീ ഇങ്ങനെ ഞെട്ടുന്നത്, നീ എന്തിനാ അവിടേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതൊക്കെ വിട്ടോ, എന്തായാലും അവൻ ആ തെങ്ങിന് നല്ലൊരു വളമായി മാറി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. കിരണേട്ടൻ ഈ ആ പോലീസുകാർ വന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ, ഇവിടെ വന്നിട്ട് ആ കല്യാണ ദൃശ്യങ്ങൾ വീഡിയോ ഒക്കെ ചോദിക്കാൻ കാരണം ആ സമയത്ത് കിരണേട്ടനും വേലുവും അതുപോലെ തന്നെ രതീഷേട്ടനൊന്നും ആ മുഹൂർത്ത സമയത്ത് ആ മണ്ഡപത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയായതുകൊണ്ട് തന്നെ സിഐക്ക് നല്ല സംശയമുണ്ട് കിരണേട്ട എന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ആള് സംശയിക്കണമെങ്കിൽ സംശയിക്കട്ടെ, എന്തായാലും ഞാൻ ഒരിക്കലും വേലുവിനെയും രതീഷിനെയും പോലീസിന് ഒറ്റുകൊടുക്കില്ല, അത് വലിയൊരു തെറ്റ് തന്നെയല്ലേ കല്യാണി അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് കിരണേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്, പോലീസിന്റെ പിടിയിൽ കൊടുക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ, അപ്പോൾ ആൾക്കാർ അറിയില്ലേ കിരണേട്ട, അവനെ അവിടെ നിന്നും കുഴിച്ചെടുത്തിട്ട് വീണ്ടും പോസ്റ്റ്മോർട്ടത്തിനൊക്കെ അയക്കില്ലേ, ആൾക്കാരൊക്കെ കൂടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിന്റെ വിഷമം അതാണോ? അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ഒരിക്കലും എന്നെ തെറ്റ് പറയില്ല, എല്ലാവരും എന്നെ പ്രശംസിക്കുക മാത്രമാണ് ചെയ്യുക എന്നിങ്ങനെ കിരൺ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നീ ടെൻഷൻ അടിക്കാതെ ഇരിക്കും, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്, അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കാനും തയ്യാറാണ്. പിന്നെ ഞാൻ എന്തായാലും അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം, അച്ഛൻ എന്തായാലും കാര്യങ്ങളൊക്കെ അറിയാം എന്നും പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്നും നമ്മുടെ ചന്ദ്രസേനന്റെ അരികിലേക്ക് പോവുകയാണ്. അങ്ങനെ ചന്ദ്രസേനായിട്ട് കാണുന്നുണ്ട്, റോഡിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ സമയത്തും ചന്ദ്രസേനൻ പറയുന്നത്, നീ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്, കാരണം അവനെ അങ്ങനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവനെ തല്ലിച്ചതച്ച് കൊന്നതിന് ശേഷം നീ പോലീസിൽ വിവരം അറിയിക്കേണ്ടതായിരുന്നു, ഒരിക്കലും നീ അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നീ ചെയ്യരുതായിരുന്നു, അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ സപ്പോർട്ട് നിനക്കുണ്ടായേനെ. ഇതിപ്പോൾ തെളിവ് സഹിതം എല്ലാതും നീ മൂടി വെക്കുകയാണ് ചെയ്തത്, അതുകൊണ്ട് അതൊരു തെറ്റ് തന്നെയാണ് കിരണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഭാഗത്ത് നല്ലൊരു വക്കീലുണ്ടല്ലോ, നമ്മുടെ മൂർത്തി സാറിനെ രക്ഷപ്പെടുത്തിയ, കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നവീൻ, അവനെ എന്തായാലും നമ്മൾ നിന്റെ സുഹൃത്തും കൂടിയിട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എൻ്റെയും ആദർശിൻ്റെയും സുഹൃത്താണ് നവീൻ, ഞാൻ വിളിച്ചാൽ അവൻ എന്തായാലും എത്തും, അങ്ങനെയാണെങ്കിൽ നമുക്ക് കേസൊക്കെ മുന്നോട്ട് പോകട്ടെ, അയാൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യട്ടെ, ഞാൻ എന്താ അയാളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു, അയാൾ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, 10 രൂപ കൈക്കൂലി മേടിക്കാത്ത ഒരാളാണ്, അപ്പോൾ അയാൾ എന്തായാലും കേസുമായി മുന്നോട്ട് പോട്ടെ, നമുക്ക് എന്തായാലും കാര്യങ്ങൾ ഫൈനൽ സമയത്ത് നമുക്ക് എന്തായാലും ഇടപെടാം, ഇനിയിപ്പോൾ അതേ നിവൃത്തിയുള്ളൂ, നല്ലൊരു വക്കീലിനെ നമുക്ക് വെക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഈ പോലീസിന് CI തന്നെയാണ് കാണിക്കുന്നത്. CI ആ വീഡിയോ ദൃശ്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതായത് നമ്മുടെ കാർത്തികയുടെ താലി കെട്ടുന്ന സമയത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കിരൺ ഓടി വരുന്നതായിരിക്കും, താലികെട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം കിരണും വേലുവും രതീഷും അവിടേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, മനസ്സിൽ അങ്ങനെ പോലീസ് പറയാണ്, ഇവരെന്തായാലും അവിടേക്ക് ഓടി വരുന്നത് ഇവരുടെ മനസ്സിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചുകൊണ്ടാണ്, അതിപ്പോൾ വേലുവായാലും ആ പറയുന്ന രതീഷ് ആയാലും ആരുടെ മനസ്സിലൊക്കെ എന്തോ കള്ളത്തരങ്ങളുണ്ട്, അതെന്തായാലും കണ്ടെത്തണം എന്നിങ്ങനെ പറയുകയും മനസ്സിൽ കരുതുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി കുറേ ദിവസങ്ങൾക്ക് ശേഷം RS കൺസ്ട്രക്ഷനിലേക്ക് വരികയാണ്. അപ്പോൾ കിരൺ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് കല്യാണി വരുന്നുണ്ട്. കിരണേട്ടൻ എന്തായി ആലോചിക്കുന്നത്, എനിക്ക് മനസ്സിലായി കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളല്ലേ എന്ന് പറയുമ്പോൾ, അത് കല്യാണി, അതൊക്കെ തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്, എന്തായാലും അതിലൊന്നും ഒരു പ്രശ്നവുമില്ല, നമുക്ക് നല്ലൊരു വക്കീലുണ്ട് നവീന്, അവൻ എന്തായാലും ഈ കാര്യത്തിൽ എന്നെ രക്ഷപ്പെടുത്തും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത്, അല്ല സരയു ഇല്ലേ ഇവിടെ എന്നിങ്ങനെ കല്യാണി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, അവളിപ്പോൾ നല്ല ആക്റ്റീവാണ്, ജോലിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെയാണ് അവൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അവൾക്ക് എന്നോടുള്ള ദേഷ്യം മാറിക്കാണില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും അവളെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ സരയുവിൻ്റെ അരികിലേക്ക് പോവുകയാണ്. അങ്ങനെ സരയു അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം കല്യാണി സരയു ആണെങ്കിൽ നമ്മുടെ എന്തൊക്കെയോ ആലോചിച്ച്, അതായത് കിരണിനെ തന്നെയാണ് സ്വപ്നം കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് സരയു എന്ന് വിളിച്ചുകൊണ്ട് കല്യാണി അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ അവളൊന്ന് ഞെട്ടുന്നുണ്ട്, അവളുടെ മുഖത്ത് അവളെ കാണുമ്പോൾ ഒരു ദേഷ്യം ഉണ്ടെങ്കിലും പിന്നീട് അത് ഒരു ചിരിയോട് കൂടി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കല്യാണി വന്നിട്ട് അവളുടെ അപ്പുറത്തായിട്ട് ഇരിക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, എന്നോടുള്ള ദേഷ്യം നിനക്ക് മാറിയില്ലേ എന്ന് ചോദിക്കാൻ. അതിലൊന്നും വലിയ പ്രസക്തിയില്ല, കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ ജോലിക്കാരിയാണ് എന്ന് പറയുന്നുണ്ട് സരയു. നീ എന്തിനാ സരയു അങ്ങനെയൊക്കെ പറയുന്നത്, ഒരിക്കലും ഞങ്ങളങ്ങനെ നിന്നെ കണ്ടിട്ടില്ല, പിന്നെ
നീ ജോലി ചെയ്യുന്നതിൽ അതിൽ ഞങ്ങളുടെ കമ്പനിക്ക് ഉണ്ടാകുന്ന ലാഭം അതിൽ ഒരു വിഹിതം നിനക്ക് തരും. അത് ഞങ്ങളുടെ ഒരു സന്തോഷം തന്നെയാണ്, അല്ലാതെ അത് ഞങ്ങളുടെ ഒന്നും ഔദാര്യമല്ല സരയു എന്നിങ്ങനെ കല്യാണി ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നിന്റെ കുഞ്ഞിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് കിരണേട്ടൻ തുടങ്ങിയിട്ടുണ്ട്, അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൺമണി മോളുടെ പേരിൽ എന്ന് പറയുമ്പോൾ സരയു മനസ്സിൽ കരുതുന്നുണ്ട്, അല്ലെങ്കിലും അവൻ എനിക്ക് വേണ്ടി എന്തും ചെയ്യൂടി, നീ അതിൽ ഇടപെടണ്ട, നീ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കുന്നവളല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇല്ല സരയു, ഇനി ഒരിക്കലും മനോഹരനെ ഞാൻ കുഞ്ഞിനെ കാണിക്കില്ല, ഇനി അങ്ങനെ ഒരു അബദ്ധം അങ്ങനെ ശ്രമിക്കുക പോലുമില്ല, നീ എന്നോട് ക്ഷമിച്ചേക്ക്, നീ എന്നോട് ഇതാക്കണം പറഞ്ഞിട്ട് മാപ്പൊക്കെ പറയുകയാണ് നമ്മുടെ കല്യാണി. അപ്പോൾ അവളുടെ ഒരു മാപ്പ് എന്ന് പറഞ്ഞ് മനസ്സിൽ അങ്ങനെ കരുതുന്നുണ്ട് സരയു. അപ്പോൾ ആ സമയത്ത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എന്തായാലും നീ നല്ല ഹാപ്പി ആയി തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും കല്യാണി പോവുകയാണ്. സരയുവിൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, എടി നീ എനിക്ക് തന്നതിനുള്ള പണി നിനക്ക് ഞാൻ തിരിച്ചു തരുന്നുണ്ടടി എന്ന്, അതിന് ഞാൻ പണി തുടങ്ങിക്കഴിഞ്ഞ് എന്നിങ്ങനെ മനസ്സിൽ സരയു കരുതുകയാണ്. അതിനുശേഷം വീണ്ടും പോലീസ് ആ CIയെ തന്നെയാണ് കാണിക്കുന്നത്. CI നേരെ പോകുന്നത് ആ ഹാളിലേക്ക് തന്നെയാണ്, കല്യാണം നടന്ന മണ്ഡപത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ അവിടെ മാനേജർ ഓടിയെത്തുന്നുണ്ട്, ഞങ്ങൾക്ക് ഒന്നും കൂടി വരേണ്ടി വന്നടോ എന്നിങ്ങനെ പറയുകയാണ്. വാസാറ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊന്നും കണ്ടെത്താൻ പറ്റില്ല, എന്നാലും എൻ്റെ കണ്ണുകൾ കൊണ്ട് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ, എന്തായാലും ഞാൻ ഈ മണ്ഡപത്തിൻ്റെ പുറകു വശത്തൊക്കെ നല്ലോണം നോക്കട്ടെ എന്ന് പറഞ്ഞ്, അപ്പോൾ ശരി സാറെന്ന് പറഞ്ഞിട്ട് അയാളും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ സ്ഥലത്തും അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മതിൽ കാണുന്നുണ്ട്. ഓ, ഈ മതിൽ നിഷ്പ്രയാസം ചാടിക്കടക്കാലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഗോഡൗൺ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട് സാർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗോഡൗണിൻ്റെ അവിടേക്കും പിന്നിലുള്ള ബാത്റൂമിൻ്റെ അവിടേക്കും ഒക്കെ ആ പോലീസും കോൺസ്റ്റബിളും ഈ പറയുന്ന ഓഡിറ്റോറിയത്തിൻ്റെ മാനേജരും ഒക്കെ കൂടി അങ്ങനെ എല്ലാ പരിസരവും നോക്കുകയാണ്. എന്തായാലും എല്ലായിടവും നോക്കിയതിന് ശേഷം എന്തായാലും ഞാൻ ഇതിൻ്റെ അവസാനം എന്തായാലും ഞാൻ കണ്ടെത്തുമെന്നുള്ള രീതിയിൽ ആ പോലീസ് എല്ലായിടവും അരിച്ചു പറക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരണിനെ കാണിക്കുകയാണ്. കിരണാണെങ്കിൽ വീണ്ടും തൈ വെച്ച സ്ഥലത്ത്, അതായത് ഗംഗപ്രസാദിനെ കുഴിച്ചിട്ട ആ സ്ഥലത്ത് തന്നെ അങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കിരൺ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, തന്നെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന ഒരു കാര്യത്തിൽ അങ്ങനെ ഉറപ്പിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ, ഒരു വലിയൊരു ക്രിമിനലെ ഇല്ലാതാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് എങ്ങനെയും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഒരിക്കലും കിരണിന്റെ കൈകൊണ്ടല്ല അവൻ മരണപ്പെട്ടത് എന്ന് പിന്നീട് നമ്മുടെ CI ആണ് തെളിയിക്കുന്നത്. CIയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. എല്ലാവരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ ഗംഗയുടെ ജീവൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അയാൾ സൈലന്റ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും അയാളെ അറസ്റ്റ് ചെയ്യാനാണ് ഈ പോലീസ് അവസാനം തയ്യാറാകുന്നത്. എല്ലാവരും ഞെട്ടിപ്പോകുന്ന അതാരാണെന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. Thank you.